നമസ്കാരം. മലനാടും ഇടനാടും സംഗമിക്കുന്ന ഭൂപ്രദേശം, ഹൈറേഞ്ചിന്റെ കവാടമായി അറിയപ്പെടുന്ന നാട്, എറണാകുളം ജില്ലയുടെ കിഴക്കുവശത്ത് സ്ഥിതി ചെയ്യുന്ന കോതമംഗലം. അവിടെ അറിവിന്റെ സൂര്യനായി കഴിഞ്ഞ 89 വർഷങ്ങളായി ഉദിച്ചു നിൽക്കുന്ന അക്ഷരഗോപുരമാണ് സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ. വിശുദ്ധ ദേവാലയങ്ങൾ കാവലായ ശാന്തസുന്ദരമായ ഈ നാടിന്റെ ഓർമ്മകളിൽ ഹൃദയത്തുടിപ്പാകുന്ന സെന്റ് ജോർജ് സ്കൂളിന്റെ കഴിഞ്ഞൊരു വർഷത്തെ അധ്യയന പ്രവർത്തനങ്ങളെ നമുക്കടുത്തറിയാം. സുതാര്യവും സുശക്തവുമായ മാനേജ്മെന്റും PTA-യും സ്കൂൾ പ്രവർത്തനങ്ങളെ സുഗമവും കാര്യക്ഷമവുമാക്കുന്നു. കോതമംഗലം രൂപതാധ്യക്ഷൻ അഭിവന്യ മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ പിതാവ് മുഖ്യരക്ഷാധികാരിയായും, വെരി റെവറൻഡ് ഡോക്ടർ മോൺസിനിയോർ പയസ് മലയക്കണ്ടത്തിൽ വിദ്യാഭ്യാസ മാനേജറായും, വെരി റെവറൻഡ് ഫാദർ മാത്യു മുണ്ടക്കൽ വിദ്യാഭ്യാസ സെക്രട്ടറിയുമായ രൂപത കോർപ്പറേറ്റ് വിദ്യാഭ്യാസ ഏജൻസിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഈ സ്കൂളിന്റെ മാനേജർ വെരി റെവറൻഡ് ഡോക്ടർ തോമസ് ടെർബർബിൽ അച്ഛനാണ്. ബിജു ജോസഫ് സർ പ്രിൻസിപ്പളായും, സ്റ്റെല്ല മാത്യു ടീച്ചർ ഹെഡ്മിസ്ട്രസായും ഇവിടെ സേവനമനുഷ്ഠിച്ചു വരുന്നു. സ്കൂളിന്റെ സമഗ്ര വികസനത്തെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും മാനേജ്മെന്റിന്റെയും PTA-യുടെയും പരിപൂർണ പിന്തുണ ലഭിച്ചുവരുന്നു. PTA പ്രസിഡന്റ് ശ്രീ സജി എ പോൾ, MPTA പ്രസിഡന്റ് ശ്രീമതി ആശാ വർഗീസ് എന്നിവർ നേതൃത്വം നൽകിക്കൊണ്ട് സ്കൂൾ PTA കാര്യക്ഷമമായി പ്രവർത്തിച്ചു വരുന്നു. എല്ലാ മാസവും PTA എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചേർന്ന് അതിൽ ഉരുത്തിരിയുന്ന ആശയങ്ങൾ ഏക മനസ്സോടെ സ്വീകരിച്ച് മുന്നോട്ടു പോകുന്നു. ഈ അവസരത്തിൽ പൂർവ്വ അധ്യാപക അനധ്യാപക സംഘടന പുലർത്തിപ്പോരുന്ന ശ്രദ്ധയും താല്പര്യവും എടുത്തു പറയേണ്ടതാണ്. സ്കൂളിന്റെ നാനാമുഖമായ വളർച്ചയ്ക്കായി നിരന്തരം പ്രയത്നിക്കുന്ന പ്രസ്തുത സംഘടനയുടെ സേവനങ്ങൾ സ്തുത്യർഹമാണ്. അക്ഷരങ്ങളുടെ അറിവിന്റെ വിശാല ലോകത്തേക്ക് കൈപിടിച്ചു നടത്തുന്ന അധ്യാപകർ. HSS വിഭാഗത്തിൽ 25 അധ്യാപകരും 2 അനധ്യാപകരും, UP HS വിഭാഗങ്ങളിലായി 35 അധ്യാപകരും 5 അനധ്യാപകരും ഇവിടെ സേവനമനുഷ്ഠിച്ചു വരുന്നു. HSS വിഭാഗത്തിൽ 580 കുട്ടികളും, UP HS വിഭാഗങ്ങളിലായി 952 കുട്ടികളും ഇവിടെ അധ്യയനം നടത്തുന്നു. ശാന്തവും സ്വസ്ഥവുമായ പഠനാന്തരീക്ഷം, മാനസികവും ശാരീരികവുമായ ഉന്മേഷം വിദ്യാർത്ഥികൾക്ക് പകർന്നു നൽകുന്നു. ഓരോ അധ്യാപകന്റെയും മനസ്സിലെ നിറഞ്ഞ സ്വപ്നങ്ങളും ഭാവി പ്രതീക്ഷകളുമാണ് ഇവിടെ എത്തുന്ന ഓരോ വിദ്യാർത്ഥിയും. സെന്റ് ജോർജ് സ്കൂളിന്റെ നാൾ വഴികളിൽ എന്നും അഭിമാനത്തിന്റെ, അതിലേറെ ആത്മസംതൃപ്തിയുടെ ധന്യ നിമിഷങ്ങൾ. SSLC +2 റിസൾട്ട്. SSLC 197 കുട്ടികൾ പരീക്ഷ എഴുതി 100% വിജയം കരസ്ഥമാക്കി. +2 തലത്തിൽ 285 കുട്ടികൾ എക്സാം എഴുതി 47 ഫുൾ A+ ലഭിച്ചു. വിജയശതമാനം 92. ബയോളജി സയൻസ് 93.96, കൊമേഴ്സ് 98.25, ഹ്യൂമാനിറ്റീസ് 81.48. 2024 ജൂൺ 21 നടത്തിയ മെറിറ്റ് ഡേയിൽ SSLC +2 തലത്തിൽ A+ ജേതാക്കൾക്ക് ബഹുമാനപ്പെട്ട മാനേജർ തോമസ് ടെർബർബിൽ അച്ഛന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കോതമംഗലം വിദ്യാഭ്യാസ ഏജൻസി സെക്രട്ടറി വെരി റെവറൻഡ് ഫാദർ മാത്യു മുണ്ടക്കൽ, പ്രിൻസിപ്പൽ ബിജു ജോസഫ് സാർ, മുന്നച്ചം സോജൻ മാത്യു സർ, ഹെഡ്മിസ്ട്രസ് സ്റ്റെല്ല ടീച്ചർ, PTA MPTA പ്രസിഡന്റുമാർ മെമന്റോ നൽകി ആദരിക്കുകയും ആശംസ അറിയിക്കുകയും ചെയ്തു. 2024 ജൂൺ 3 സ്കൂൾ തുറന്നു. പുതിയ അധ്യയന വർഷത്തെ അക്കാദമിക പ്രവർത്തനങ്ങൾക്ക് ആരംഭം കുറിച്ചു. സ്കൂൾ പ്രവേശനോത്സവം. ബഹുമാനപ്പെട്ട സ്കൂൾ മാനേജർ തോമസ് ചെറുവറമ്പിൽ അച്ഛന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വാർഡ് കൗൺസിലർ ശ്രീ റിൻസ് റോയ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ബഹുമാനപ്പെട്ട ഹെഡ്മിസ്ട്രസ് സ്റ്റെല്ല ടീച്ചർ സ്വാഗതവും പ്രിൻസിപ്പൽ ബിജു ജോസഫ് സാർ ആശംസകളും അർപ്പിച്ചു. നവാഗതരെ ഹൃദ്യമായി സ്വീകരിച്ചു. സുരക്ഷിതമായ സംവിധാനക്രമം പാലിച്ചുകൊണ്ട് യഥാസമയം നടത്തുന്ന അധ്യാപകരുടെ സ്ഥലമാറ്റങ്ങളും സ്ഥാന നിയമനങ്ങളും സ്കൂൾ പ്രവർത്തനങ്ങളെ ക്രിയാത്മകവും കാര്യക്ഷമവുമാക്കുന്നു. ഹെഡ്മാസ്റ്റർ ശ്രീ സോജൻ മാത്യു സാർ വിരമിച്ച ഒഴിവിലേക്ക് സ്റ്റെല്ല മാത്യു ടീച്ചർ നിയമിതയായി. കുട്ടികളിൽ അച്ചടക്കവും അനുസരണയും ആത്മവിശ്വാസവും വളർത്തുന്നതിനായി ക്ലാസ് അടിസ്ഥാനത്തിൽ അസംബ്ലി നടത്തുന്നു. തികച്ചും ജനാധിപത്യ മാതൃകയിൽ 2024 ഓഗസ്റ്റ് 23 സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടത്തി. സ്കൂൾ ചെയർപേഴ്സണായി കുമാരി ആൻഡ്രിയ ഡാമിയും സ്കൂൾ ലീഡറായി മാസ്റ്റർ അൽസാബിത് സൈബുവും തെരഞ്ഞെടുക്കപ്പെട്ടു. ജിജ്ഞാസയും കൗതുകവും ഉണർത്തുന്ന
വായനയുടെ വിശാലമായ ലോകം. ക്ലാസ് റൂം ലൈബ്രറികൾ സജ്ജീകരിച്ച് ഓരോ കുട്ടികളുടെയും അഭിരുചിക്കനുസരിച്ച് പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള അവസരം നൽകുന്നു. കുട്ടികൾക്ക് ആവശ്യമായ പാഠപുസ്തകം, പഠനോപകരണങ്ങൾ എന്നിവ സ്കൂൾ സൊസൈറ്റി വഴി വിതരണം ചെയ്യുന്നു. കുട്ടികളിലെ വൈവിധ്യമാർന്ന കഴിവുകളെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുന്നതിന് വിവിധ ക്ലബ്ബുകൾ അധ്യാപകരുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്നു. വിദ്യാരംഗം, കലാസാഹിത്യവേദി, സയൻസ്, സോഷ്യൽ സയൻസ്, IT, മാത്സ് ക്ലബ്ബുകൾ, ലിറ്റിൽ കൈറ്റ്സ്, സൗഹൃദ ക്ലബ്, ആന്റി നർക്കോട്ടിക് ക്ലബ്, ഹെൽത്ത് ക്ലബ്, സോഷ്യൽ സർവീസ് ക്ലബ് എന്നിങ്ങനെ ക്ലബ്ബുകൾ സജീവമായി മുന്നോട്ടു പോകുന്നു. നേതൃത്വ പാഠവും അനുസരണയും അച്ചടക്കവും മൂല്യബോധവും പാലിച്ച് വളരുന്നതിനായി NSS, NCC, JRC, സ്കൗട്ട് ആൻഡ് ഗൈഡ് സംഘടനകൾ. കർണാടക ബാൽഗാവിൽ വെച്ച് നടന്ന ഓൾ ഇന്ത്യ ട്രക്കിംഗ് എക്സ്പെഡീഷനിൽ ദർശാകൻ MAയും കേരള EBSB സെക്കൻഡ് WEF, കാസർഗോഡ് വെച്ച് നടന്ന ക്യാമ്പിൽ മാധവ് കൃഷ്ണ CS പങ്കെടുത്തു. ആന്റി ഡ്രഗ് ക്യാമ്പയിൻ, ഫുഡ് ഫെസ്റ്റ്, ബ്ലഡ് ഡൊണേഷൻ, ഭവന നിർമ്മാണം, പച്ചക്കറിത്തോട്ട പരിപാലനം, ദുരിതബാധിതർക്ക് സഹായഹസ്തം തുടങ്ങിയ കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ. കൗമാരം കരുതലോടെയാകുവാൻ കൗൺസിലിംഗ് സൗകര്യം, കരിയർ ഗൈഡൻസ് ക്ലാസുകൾ, ഡിസ്ട്രിക്ട് മൈനോറിറ്റി സെൽ സംഘടിപ്പിച്ച ബോധവൽക്കരണ ക്ലാസുകൾ. ആധ്യാത്മിക ഉണർവിനായി KCSL സംഘടന ഒക്ടോബർ മാസത്തിലെ കൊന്ത നമസ്കാരം, കുംഭസാരം, ആദ്യ വെള്ളിയാഴ്ചകളിലെ വിശുദ്ധ കുർബാന എന്നിവയ്ക്ക് നേതൃത്വം നൽകുന്നു. പോഷക സമ്പുഷ്ടവും വിഭവസമൃദ്ധവുമായ ഉച്ചഭക്ഷണം കുട്ടികൾക്ക് നൽകി വരുന്നു. 534 കുട്ടികൾക്ക് എല്ലാ ദിവസവും ഭക്ഷണം നൽകുന്നു. ആരോഗ്യ സംരക്ഷണത്തിനായി അയൺ, ഫോളിക് ആസിഡ് ഗുളികകളുടെ വിതരണം, സമയബന്ധിതമായ പ്രതിരോധ വാക്സിനേഷനുകൾ മാതാപിതാക്കളുടെ പരിപൂർണ പിന്തുണയോടെ നൽകുന്നതിൽ അധ്യാപകർ ബദ്ധശ്രദ്ധരാണ്. വിജ്ഞാനത്തോടൊപ്പം വിനോദത്തിനും പ്രാധാന്യം നൽകുന്ന പഠനയാത്രകൾ, മൈസൂർ, ഊട്ടി, കൂർഗ്, വണ്ടർല യാത്രകൾ കുട്ടികൾക്ക് ഉന്മേഷവും ഉത്സാഹവും പകർന്നു നൽകി. കുട്ടികളിൽ മിതവ്യയവും സമ്പാദ്യശീലവും വളർത്തുന്നതിനായി സ്റ്റുഡന്റ് സേവിംഗ് സ്കീം. നാടിന്റെ തനിമയും സാംസ്കാരിക പൈതൃകവും വിളിച്ചറിയിക്കുന്ന ആഘോഷങ്ങളും ദിനാചരണങ്ങളും നടത്തിപ്പോരുന്നു. ജൂൺ 5 പരിസ്ഥിതി ദിനം. NSS, JRC, സ്കൗട്ട് ആൻഡ് ഗൈഡ്, NCC തുടങ്ങിയ സംഘടനകളുടെ നേതൃത്വത്തിൽ വൃക്ഷത്തൈ നടൽ, സ്കൂൾ പരിസരം വൃത്തിയാക്കൽ, കുട്ടികൾക്കായി വിവിധ മത്സരങ്ങൾ സംഘടിപ്പിച്ചു. ജൂൺ 19 വായനാ ദിനം. വായനാ വാരമായി ആചരിച്ചു. പദനിർമ്മാണം, പദകേളി, കയ്യെഴുത്തു മത്സരം തുടങ്ങിയ മത്സരങ്ങൾ. ജൂൺ 26 ലഹരി വിരുദ്ധ ദിനം. ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനം. സെപ്റ്റംബർ 5 അധ്യാപക ദിനം. അന്നേ ദിവസം ബഹുമാനപ്പെട്ട കോതമംഗലം വിദ്യാഭ്യാസ ഏജൻസി സെക്രട്ടറി വെരി റവറൻഡ് ഫാദർ മാത്യു മുണ്ടക്കൽ സ്കൂളിലെത്തി അധ്യാപകർക്ക് ആശംസകൾ അറിയിച്ചു. ഓണാഘോഷം. കണ്ണിനും കാതിനും കുളിർമ പകരുന്ന ഓണക്കളികൾ, ഓണസദ്യ, ഓണപ്പൂക്കളം ഒരുക്കി. ശിശുദിനം, യോഗാ ദിനം, NSS ഡേ, വയോജന ദിനം, ക്രിസ്മസ് ആഘോഷം, കരോൾ ഗാനങ്ങൾ, ക്രിസ്മസ് പാപ്പ, പുൽക്കൂട്, ക്രിസ്മസ് കേക്ക് എല്ലാം സന്തോഷത്തിന്റെ നിറവ് പകർന്നു നൽകി. മികവുകൾ, അംഗീകാരങ്ങൾ, നേട്ടങ്ങൾ. സബ് ജില്ലാ കലോത്സവം 257 പോയിന്റോടെ ഹയർ സെക്കൻഡറി വിഭാഗം തുടർച്ചയായി 3-ാം തവണയും ഓവറോൾ ഫസ്റ്റ്. സാമൂഹ്യശാസ്ത്രമേള ഹയർ സെക്കൻഡറി വിഭാഗം ഓവറോൾ ഫസ്റ്റ്. കൂടാതെ സ്കൂൾ തലത്തിലും ഹയർ സെക്കൻഡറി വിഭാഗത്തിലും സംയുക്തമായി റണ്ണറപ്പ്. പ്രവൃത്തി പരിചയമേള സ്കൂൾ തലത്തിലും HSS വിഭാഗത്തിലും കൂടി ഓവറോൾ സെക്കൻഡ്. IT മേള ഹയർ സെക്കൻഡറി വിഭാഗം ഓവറോൾ സെക്കൻഡ്. NMMS USS സ്കോളർഷിപ്പ് ജേതാക്കൾക്ക് അഭിനന്ദനങ്ങൾ. നമ്മുടെ സ്കൂളിൽ പഠനത്തിന് മികവ് പുലർത്തുന്ന വിദ്യാർത്ഥികൾ വിവിധ സ്കോളർഷിപ്പുകളായി 50 ലക്ഷം രൂപയോളം പ്രതിവർഷം കൈപ്പറ്റി വരുന്നു. കാർഷിക ക്യൂസ്, സ്വാതന്ത്ര്യദിന ക്യൂസ്, ഇന്റർ സ്കൂൾ ബൈബിൾ കോമ്പറ്റീഷൻ, ഇന്റർ സ്പേസ് ക്യൂസ് കോമ്പറ്റീഷൻ, സർഗോത്സവം, ബ്രെയിൻലി ക്യൂസ്, സ്വദേശ് മെഗാ ക്യൂസ് വിജയികൾക്ക് അഭിനന്ദനങ്ങൾ. ടീച്ചിംഗ് എയ്ഡ് കോമ്പറ്റീഷൻ ബിബിന ടീച്ചർ. കോതമംഗലം വിദ്യാഭ്യാസ ജില്ല അധ്യാപക ദിനത്തോടനുബന്ധിച്ച് നടത്തിയ കവിതാ രചനയ്ക്ക് 1-ാം സ്ഥാനം നേടിയ സാബു സാർ. ഇരുവർക്കും പ്രത്യേക അഭിനന്ദനങ്ങൾ.
അനുമോദനങ്ങൾ, ആശംസകൾ. സബ് ജില്ലാ കലാകായിക, ശാസ്ത്ര, സാമൂഹ്യശാസ്ത്ര, ഗണിതം, IT മേളകളിൽ വിവിധ ഇനങ്ങളിൽ പങ്കെടുത്ത് ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലും വിജയികളായവർക്ക് അനുമോദനങ്ങൾ. സംസ്ഥാന സ്കൂൾ കായികമേള കൊച്ചി 24 ചീഫ് മിനിസ്റ്റേഴ്സ് ട്രോഫി സ്വീകരണത്തിന് സെന്റ് ജോർജ് HSS ഒരുങ്ങി. വിവിധ ജില്ലകളിൽ നിന്നെത്തിയ കായിക താരങ്ങൾക്ക് അക്കോമഡേഷൻ സെന്ററായി മാറി നമ്മുടെ സ്കൂൾ. മികച്ച അക്കോമഡേഷൻ സൗകര്യം ഒരുക്കിയതിനാൽ വിദ്യാഭ്യാസ മന്ത്രിയിൽ നിന്ന് സർട്ടിഫിക്കറ്റുകൾ കോർഡിനേറ്റർമാരായ അധ്യാപകർക്ക് ലഭിച്ചു. ഈ അവസരത്തിൽ സംസ്ഥാന സ്കൂൾ കായികമേള സുവിനിയറിന് ഉജ്ജ്വലം എന്ന് പേര് നിർദ്ദേശിച്ച് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയിൽ നിന്ന് ഉപഹാരം സ്വീകരിച്ച അനുഗ്രഹ സാബുവിന് പ്രത്യേക അഭിനന്ദനങ്ങൾ. 2024-25 അധ്യയന വർഷത്തെ +2 തലത്തിൽ മികച്ച വിജയം നേടിയ സ്കൂളിനുള്ള രാഷ്ട്രദീപിക അവാർഡ്, കോതമംഗലം വിദ്യാഭ്യാസ ജില്ലയിലെ മികച്ച കമ്പ്യൂട്ടർ ലാബിനുള്ള എഡു കെയർ അവാർഡ് എന്നിവ നേടാൻ നമ്മുടെ സ്കൂളിന് കഴിഞ്ഞു. നമ്മുടെ സ്കൂളിന് MB ഫണ്ടിൽ നിന്ന് 10 ലാപ്ടോപ്പുകൾ അനുവദിച്ചു നൽകിയതിനാൽ ആധുനിക സൗകര്യങ്ങളോടുകൂടിയ മാക്സ് ലാബ് എന്ന ദീർഘകാലമായുള്ള ഞങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചു. ഈ അവസരത്തിൽ നമ്മുടെ പ്രിയങ്കരനായ MB ശ്രീ ഡീൻ കുര്യാക്കോസിന് ഹൃദയം നിറഞ്ഞ നന്ദി. സെന്റ് ജോർജിന്റെ അങ്കണത്തിൽ നിന്ന് നിത്യതയോടെ തീരമണിഞ്ഞ പ്രിയ വിദ്യാർത്ഥിനി അപർണ വിജുവിന് ഏറെ ആദരവോടെ നിറമിഴികളോടെ കൂപ്പുകൈ. സുദീർഘമായ 33 വർഷത്തെ സേവനത്തിനു ശേഷം തന്റെ കർമ്മരംഗത്ത് നിന്ന് വിരമിക്കുന്ന ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ബിജു ജോസഫ് സാർ നിറഞ്ഞ പുഞ്ചിരിയോടുള്ള ഹൃദ്യമായ പെരുമാറ്റം, ദീർഘവീക്ഷണത്തോടെ കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ, തികഞ്ഞ ആത്മാർത്ഥതയും സത്യസന്ധതയും എന്നും എപ്പോഴും സ്കൂളിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി അഭിമാനത്തോടെ നിലകൊണ്ടു. സാർ നാളിതുവരെ നൽകിയ എല്ലാ സേവനത്തിനും ഏറ്റവും വിനയത്തോടെ നിറഞ്ഞ സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. പ്രിയ അധ്യാപകരായ റെജിമോൾ ജോൺ, അനി ജോസ് വലിയകുളത്തിൽ, റാണി ജോസഫ്, ഇവരുടെ നിസ്തുല സേവനത്തിന് നിസ്സീമമായ നന്ദിയുടെ നറുമലരുകൾ ഏറെ ആദരവോടെ നേരുന്നു. അറിവിന്റെ അക്ഷരദീപം പകർന്നു നൽകിക്കൊണ്ട് കോതമംഗലം സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ തന്റെ കർമ്മമണ്ഡലത്തിൽ 89 സംവത്സരങ്ങൾ പൂർത്തിയാക്കി. പള്ളിമണികളുടെയും ശംഖധ്വനികളുടെയും നൂപുരമന്ത്രണം കേട്ടുണരുന്ന ഈ സരസ്വതി നിലയം ഉദയസൂര്യപ്രഭയിലെ മഞ്ഞുതുള്ളി പോലെ ഇനിയും ഇനിയും അനേകം തലമുറകളിലേക്ക് അറിവിന്റെ ദീപനാളം പകർന്നു നൽകിക്കൊണ്ട് സെന്റ് ജോർജ് HSS തന്റെ കർമ്മമണ്ഡലത്തിൽ തലയെടുപ്പോടെ അഭിമാനത്തോടെ ചൈത്രയാത്ര തുടരും.